ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓക്കെയാണ്, സ്റ്റാർട്ടിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗ് ചെറിയൊരു ഷോർട്ടിങ് ഉണ്ട്, അപ്പോൾ പ്ലഗ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് തരാം. പിന്നെ മെയിൻ കംപ്ലയിൻറ്റ് മിക്കവാറും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇഗ്നീഷ്യൻ സ്വിച്ച്, ഈ താക്കോൽ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്. അത് ചില സമയങ്ങളിൽ ഫുൾ കോൺടാക്റ്റ് കട്ടായി പോകുന്നുണ്ട്. അതായിരിക്കാനാണ് സാധ്യത. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നതിൻ്റെ റീസൺ അതാവാനാണ് സാധ്യത കൂടുതൽ കേട്ടോ. അപ്പോൾ നിലവിൽ പ്ലഗ് മാറ്റിയിട്ടത് കൊണ്ട് മാത്രം കംപ്ലയിൻറ്റ് മാറണമെന്നില്ല. പ്ലഗിൻ്റെ പോയിൻ്റൊക്കെ വളരെ കുറവാണ്, അപ്പോൾ അതുകൊണ്ടാണ് പ്ലഗ് മാറ്റിയിടുന്നത്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൻ്റെ മെയിൻ പ്രോബ്ലം നിങ്ങൾ റണ്ണിങ്ങിലൊക്കെ ഓഫായി പോകാനുള്ള സാധ്യത കൂടുതൽ ഈ താക്കോൽ സെറ്റിൻ്റെയാണ്, കീ സെറ്റിൻ്റെയാണ്. അത് ലൂസ് കോൺടാക്റ്റ് ആയതുകൊണ്ട് ചില സമയങ്ങളിൽ അത് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ താക്കോൽ ഇങ്ങനെ അനക്കി കൊടുക്കേണ്ട സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കീ സെറ്റ് മാറ്റിയതിന് ശേഷം ഇപ്പോൾ പ്ലഗൊക്കെ മാറ്റിയിട്ടാണ് കാര്യമുള്ളൂ. അപ്പോൾ കീ സെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്, കീ സെറ്റായിട്ട് മാറ്റണമായിരിക്കും കുറേ കൂടി നല്ലത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് വേറൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണ്. മോട്ടർ നമ്മൾ അഴിക്കുന്ന സമയത്ത് അതിൻ്റെ മോട്ടറിൻ്റെ കാർബൺ തീർന്നതിനാണ് സെൽഫ് വർക്ക് ചെയ്യാത്തതിൻ്റെ റീസൺ. പിന്നെ മെയിനായിട്ട് നമുക്ക് കാർബൺ തേയ്മാനം വന്നതിൻ്റെ അനുസരിച്ച് ഈ ആർമേച്ചറും തേയ്മാനം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാർബൺ ബ്രഷ് മാറ്റിയിട്ടാലും സെൽഫ് വർക്ക് ചെയ്തോളും, പക്ഷേ സെൽഫിനകത്ത് ചെറിയൊരു സൗണ്ട് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. സെൽഫ് മോട്ടർ വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് ഒരു മൂളിച്ച വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മൂളിച്ച ഉണ്ടെന്ന് കരുതി വണ്ടി സ്റ്റാർട്ട് ആവണതിന് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, മോട്ടറൊക്കെ വർക്ക് ചെയ്തോളും. ഒരു എരമ്പിൾ സൗണ്ട് പോലെ വരാനുള്ള സാധ്യതയുണ്ട്, കാരണം ആർമേച്ചറിനുള്ള തേയ്മാനം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ മറിച്ച് മോട്ടർ സൈലൻറ്റ് സ്റ്റാർട്ടാണ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടർ അസംബ്ലി മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ സെൽഫ് അടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ സെൽഫ് മോട്ടർ കാർബൺ മാറ്റി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ സെൽഫ് മോട്ടർ റിപ്പയർ ചെയ്യണതിൻ്റെയും സർവീസ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം നമുക്ക് 500 അടുത്ത് നമുക്ക് ചിലവ് തന്നെ ഉണ്ട്, സെൽഫ് മോട്ടർ മാത്രം. പിന്നെ പ്ലഗും ഇഗ്നീഷ്യൻ സ്വിച്ചാണ് നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഇഗ്നീഷ്യൻ സ്വിച്ചൊക്കെ മാറ്റുമ്പോൾ പാർട്സിൻ്റെയും ലേബർ ചാർജ് അടക്കമുള്ള എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം, പ്ലഗിൻ്റെ അടക്കം കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിലും ചെക്ക് ചെയ്തു, അത്യാവശ്യം ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ വർക്കൊന്നും പറഞ്ഞിട്ടില്ല. നിലവിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റും സെൽഫിൻ്റെ കംപ്ലയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ മാത്രം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെയാണ് ഞാനിപ്പോൾ ഇടുന്നത്. അതിനകത്ത് മോട്ടർ റിപ്പയർ ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റാണ് ഇടുന്നത്. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിന് ഇഗ്നീഷ്യൻ സ്വിച്ച് കിറ്റും അതേപോലെ തന്നെ പ്ലഗും കൂടി മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഇടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം, കാരണം ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.